അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ലപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 8ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, യാ ദാരിസൂന, എ വിദ്യാർത്ഥികളെ, ഹൽ ഡേഷ് കുത്തുബുൻ. അപ്പോൾ അവിടെ ഏതാണ് വരിക? ആദ്യം നമുക്ക് ആ ബോക്സിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അൻതും, ക, കി. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അല്ലേ? ക എന്ന് പറഞ്ഞാൽ നീ, കി എന്ന് പറഞ്ഞാലും നീ. ക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ക, പെണ്ണിന് ഉപയോഗിക്കുന്നതാണ് കി. ഇനി അലൈക്കും നിങ്ങളുടെ മേൽ, ലക്കും നിങ്ങൾക്ക്, ഐന്ദക്കും നിങ്ങളുടെ അടുക്കൽ, അൻതി നീ, അൻതുന്ന നിങ്ങൾ, അല്ലേ? ക എന്ന് പറഞ്ഞാൽ നിൻ്റെ, കി എന്ന് പറഞ്ഞാലും നിൻ്റെ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ആദ്യത്തെ നോക്കാം. യാ ദാരിസൂന, യാ ദാരിസൂന, എ വിദ്യാർത്ഥികളെ, ഹൽ ഉണ്ടോ, ഐന്ദക്കും നിങ്ങളുടെ അടുക്കലുണ്ടോ, കുത്തുബുൻ കിതാബുകൾ. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഐന്ദക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത് യാ അസാത്തിദത്തു, എ യാ അസാത്തിദത്തു ശുക്രൻ. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? ലക്കും എന്നാണ്. അപ്പോൾ എ ഉസ്താദെ, നിങ്ങൾക്ക് എന്ത് നന്ദി എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തത് യാ മുസ്ലിമൂന, എ മുസ്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ അവിടെ അലൈക്കും എന്നാണ് എഴുതാനുള്ളത്, അല്ലേ? മുസ്ലിമീങ്ങളോട് സലാം പറയുകയാണ്. ഇനി നാലാമത്തത് യാ ബിന്തു, എ പെൺകുട്ടി, ഐന എവിടെയാണ്, കിതാബുക്കി നിന്റെ പുസ്തകം. അപ്പോൾ അവിടെ ബിന്തു പെൺകുട്ടി വന്നതുകൊണ്ടാണ് അവിടെ കി എന്ന് വരാൻ കാരണം. കി എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ് അർത്ഥം. അഞ്ചാമത്തത് യാ വലതു, എ ആൺകുട്ടി, മസ്മുഖ നിന്റെ പേരെന്താണ്. അപ്പോൾ അവിടെ വലത് വന്നതുകൊണ്ടാണ് ക എന്ന് വന്നത്, അല്ലേ? വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടി വന്നതുകൊണ്ടാണ് ക എന്ന് അവിടെ വന്നത്. അപ്പോൾ ബോക്സിൽ നിന്നും ക എന്നത് എടുത്തെഴുതുക. ഇനി ആറാമത്തത് യാ ഔലാദു, എ വിദ്യാർത്ഥികളെ, എ ആൺകുട്ടികൾ, ഔലാദ് വലത് ആൺകുട്ടി, ഔലാദ് ആൺകുട്ടികൾ, യാ ഔലാദു എ ആൺകുട്ടികളെ, അൻതും നിങ്ങൾ, ദാരിസൂന ആരാണ്? വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവിടെ അൻതും എന്നാണ് വേണ്ടത്. യാ ബനാത്തു, എ പെൺകുട്ടികളെ, അൻതുന്ന നിങ്ങൾ, ജാലിസാത്തുൻ ഇരിക്കുന്നവരാണ്. ഇനി എട്ടാമത്തത്, അപ്പോൾ അവിടെ അൻതുന്ന എന്നാണ് ഏഴാമത്തത് വരേണ്ടത്. ഇനി എട്ടാമത്തത് യാ ഉഖ്തി, എ എൻ്റെ സഹോദരി, അൻതി നീ, സ്വദീഖത്തുൻ എൻ്റെ ആരാണ്? കൂട്ടുകാരിയാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ഭാഗം നോക്കാം. നക്തുബുൽ ജവാബ. നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. താഴെ 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ആ 4 ചോദ്യങ്ങൾക്കും ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. ചോദ്യം 1, ഐന സിവാറുക്കി യാ ആയിഷ, ആയിഷ നിന്റെ വള എവിടെ. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. സിവാറുക്കി എന്ന് പറഞ്ഞാൽ നിന്റെ വള, യാ ആയിഷ എ ആയിഷ. അപ്പം ആയിഷ എന്ന് വന്നത് കൊണ്ടാണ് അവിടെ കി എന്ന് വന്നത്, അല്ലേ? അപ്പം അതിൻ്റെ ഉത്തരം എങ്ങനെ വരും? സിവാരി എൻ്റെ വള, ഫിയദി എൻ്റെ കയ്യിലാണ്. രണ്ടാമത്തെ ചോദ്യം ഐന അബൂക്ക യാ നൗഫൽ, എ നൗഫലെ നിന്റെ ഉപ്പ എവിടെ. ഐന എവിടെയാണ്, അബൂക്ക നിന്റെ ഉപ്പ, യാ നൗഫൽ എ നൗഫലെ. ഉത്തരം അബീ എൻ്റെ പിതാവ്, ഫിൽ മസ്റഇ കൃഷിയിടത്തിലാണ്. അപ്പം അബീ എൻ്റെ പിതാവ്, ഫിൽ മസ്റഇ കൃഷിയിടത്തിലാണ്. ഇനി മൂന്നാമത്തത് മസ്മു ഉമ്മിക്ക യാ വലതു, എ ആൺകുട്ടി നിന്റെ ഉമ്മയുടെ പേരെന്താണ്. അപ്പം നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മയുടെ പേര് എഴുതിയാൽ മതി, അല്ലേ? ഇസ്മു ഉമ്മി എൻ്റെ ഉമ്മയുടെ പേര് എന്താണ്? ഓരോരുത്തരും ഉമ്മയുടെ പേരായിട്ട് എഴുതാം. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. ഐന കലൻസുബത്തുക യാ ജാബിർ, എ ജാബിറെ നിന്റെ തൊപ്പി എവിടെയാണ്. ഐന എവിടെയാണ്, കലൻസുബത്തുക നിന്റെ തൊപ്പി, യാ ജാബിർ എ ജാബിറെ. അതിൻ്റെ ഉത്തരം എങ്ങനെ വരും? കലൻസുവത്തി എൻ്റെ തൊപ്പി, അലാ റഅസി എൻ്റെ തലയുടെ മേലാണ്, എൻ്റെ തലയുടെ മുകളിലാണ് എന്ന് വരും.
ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. നുൻഷിഉൽ അസ്ഇലത കമാ ഫിൽ മിസാലി. അപ്പോൾ ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം ഉത്തരം നോക്കാം. ഇന്ദീ സാഅത്തുൻ. ഇന്ദീ എൻ്റെ അടുക്കൽ സാഅത്തുൻ എന്തുണ്ട്? വാച്ചുണ്ട്. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? ഹൽ ഇന്ദക സാഅത്തുൻ. നിന്റെ അടുക്കൽ വാച്ചുണ്ടോ? അല്ലേ? അപ്പം ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ നിർമ്മിക്കണം. അപ്പം ഇവിടെ ഉത്തരം എന്താണ് തന്നത്? നഅം, അതെ. ഫി മദ്രസത്തി, എൻ്റെ മദ്രസയിലുണ്ട്. ബുസ്താനുൻ, എന്ത്? പൂന്തോട്ടം. അപ്പം അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? ഹൽ ഫി മദ്രസത്തിക ബുസ്താനുൻ. ഹൽ ഫി മദ്രസത്തിക, നിന്റെ മദ്രസയിലുണ്ടോ? ബുസ്താനുൻ, പൂന്തോട്ടം. അതാണ് നമ്മൾ അവിടെ എഴുതാനുള്ളത്. ഇനി അടുത്ത ഉത്തരം നോക്കാം. നഅം, അതെ. ലിത്വൈരി ജനാഹാനി, പക്ഷിക്ക് 2 ചിറകുകളുണ്ട്. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? ഹൽ ലിത്വൈരി ജനാഹുൻ, പക്ഷിക്ക് ചിറകുകളുണ്ടോ? അപ്പം അതിൻ്റെ ഉത്തരമാണ് ഇവിടെ തന്നത്. ഇനി അടുത്തത് ലാ, ഇല്ല. ലൈസ അല ഷജറത്തി സിമാറുൻ, മരത്തിൻ്റെ മുകളിൽ എന്തില്ല? പഴമില്ല. ചോദ്യം എങ്ങനെ വരും? ഹൽ അല ഷജറത്തി സിമാറുൻ, മരത്തിൻ്റെ മുകളിൽ പഴങ്ങളുണ്ടോ? അതാണ് ചോദ്യമായിട്ട് നമ്മൾ നിർമ്മിക്കാനുള്ളത്. ഒന്നാമത്തത് ഹൽ ഫിൽ മദ്രസത്തി, ഹൽ ഫി മദ്രസത്തി ബുസ്താനുൻ. രണ്ടാമത്തത് ഹൽ ലിത്വൈരി ജനാഹുൻ. മൂന്നാമത്തത് ഹൽ അല ഷജറത്തി സിമാറൻ എന്നാണ്, സിമാറുൻ എന്നാണ് ചോദ്യം ആയിട്ട് നിർമ്മിക്കാനുള്ളത്. ഇനി അടുത്തത് നാലാമത്തെ ഭാഗം നോക്കാം. നുഅദ്രിബു, അറബിയിലാക്കാനാണ്. 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ 3 ചോദ്യങ്ങൾ നമ്മൾ എന്താക്കി എഴുതണം? അറബിയിലാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കിണറിൽ വെള്ളമുണ്ടോ? അത് നമ്മൾ അറബിയിലാക്കണം. അത് അറബിയിലാക്കുമ്പോൾ എങ്ങനെ വരും? ഹൽ ഫിൽ ബിഇരി മാഉൻ. എന്താണ്? ഹൽ ഫിൽ ബിഇരി മാഉൻ, കിണറിൽ വെള്ളമുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തത്, എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈൽ ഉണ്ട്. അതെങ്ങനെ അറബിയിലാക്കും? ഇന്ദ അബി ജവ്വാലുൻ ജദീദുൻ എന്ന് വരും. ഇനി മൂന്നാമത്തത്, എൻ്റെ ഉമ്മാൻ്റെ പക്കൽ വെള്ളിയുടെ മോതിരം ഉണ്ട്. എൻ്റെ ഉമ്മയുടെ പക്കൽ വെള്ളിയുടെ മോതിരം ഉണ്ട്. അപ്പം അത് അറബിയിലാക്കുമ്പോൾ ഇന്ദ ഉമ്മി ഖാത്തമുൻ ഫില്ലത്തുൻ എന്ന് വരും. ഇനി അടുത്തത് അഞ്ചാമത്തെ ഭാഗം നുതർജിമു, എന്താക്കാനാണ്? അർത്ഥം എഴുതാനാണ്. അസ്സാഅത്തു അലൽ ജിദാരി, ക്ലോക്ക് മതിലിൻ്റെ അഥവാ ചുമരിൻ്റെ മേലാണ്. ക്ലോക്ക് ചുമരിൻ്റെ മേലാണ്. അതാണ് എന്ത് അർത്ഥമായിട്ട് വരുന്നത്? ക്ലോക്ക് ചുമരിൻ്റെ മേൽ ആകുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.